ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം അപ്ലിക്കേഷൻ ഓഫ് Le-chatlier പ്രിൻസിപ്പിൾ ടു കെമിക്കൽ ഇക്വിലിബ്രിയ ഇൻ സം ഇൻഡസ്ട്രിയൽ പ്രോസസ്. അതായത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ Le-chatlier പ്രിൻസിപ്പിളുടെ അപ്ലിക്കേഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്ലിക്കേഷൻ ഓഫ് Le-chatlier പ്രിൻസിപ്പിൾ ടു കെമിക്കൽ ഇക്വിലിബ്രിയ ഇൻ സം ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഓക്കെ, ഫസ്റ്റ് we are going to discuss the Haber process or manufacturing of ammonia from nitrogen and hydrogen. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ സിന്തസിസ് ചെയ്യുന്ന റിയാക്ഷൻ നോക്കുക. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് റിവേഴ്സിബിൾ ടു NH3 ഗ്യാസ്. ഈ റിയാക്ഷൻ ഡെൽറ്റ എച്ച് നോക്കുക. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു -93.74 kJ. ദാറ്റ് മീൻസ് ഫോർവേഡ് ഡയറക്ഷൻ ഇസ് എക്സോതെർമിക് and backward direction is endothermic. Backward direction is endothermic and forward direction is exothermic. First, we are going to discuss effect of change of temperature. 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 When the temperature, നമുക്കറിയാം ടെമ്പറേച്ചർ ഈ സിസ്റ്റത്തിൽ ഫോർവേഡ് ഡയറക്ഷനിൽ എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നോക്കും. ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫോർവേഡ് ഡയറക്ഷൻ റേറ്റ് കൂടുതൽ, ബാക്ക്വേർഡ് ഡയറക്ഷൻ റേറ്റ് കൂടും. കാരണം ബാക്ക്വേർഡ് ഡയറക്ഷനാണ് എൻഡോതെർമിക്. അല്ലെങ്കിൽ മോർ NH3 ഡീകമ്പോസ് ചെയ്തിട്ട് നൈട്രജനും ഹൈഡ്രജനും ആവും. ഇനി സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഇപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ്റെ റേറ്റ് കൂടുതൽ. ദാറ്റ് മീൻസ് N2H2 കമ്പൈൻ ചെയ്തിട്ട് മോർ NH3 ഫോം ചെയ്യും. When the temperature of the system in equilibrium is raised, according to Le-chatlier principle, the equilibrium tends to overcome that effect by shifting in that direction in which heat is absorbed. Thus, here an increase in temperature favors the endothermic backward direction. On increasing the temperature favors increase the rate of endothermic backward direction. That means decomposition of ammonia. Obviously, according to the principle, decrease in temperature would favors the exothermic forward direction, namely formation of NH3. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ്റെ റേറ്റ് കൂടും. ദാറ്റ് മീൻസ് എൻഡോതെർമിക് റിയാക്ഷൻ മോർ NH3 ഡീകമ്പോസ് ചെയ്തിട്ട് N2H2 ആയിട്ട് മാറും. ഇനി ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഫോം ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ NH3 ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ NH3 ആണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു Le-chatlier പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു Le-chatlier പ്രിൻസിപ്പിൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ NH3 നമുക്ക് സിന്തസിസ് ചെയ്യാൻ പറ്റും. Then second factor, effect of change of pressure. Effect of change of pressure. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഓഫ് മോളിക്യൂൾ 4 ആണ്, റൈറ്റ് സൈഡിൽ നമ്പർ ഓഫ് മോളിക്യൂൾ 2 ആണ്. അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കൂട്ടാൻ വേണ്ടി നോക്കും. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നോക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് മോളിക്യൂൾ കുറഞ്ഞ സൈഡിലേക്കുള്ള റിയാക്ഷൻ റേറ്റ് കൂടും, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് കൂടും. ഓക്കെ, അപ്പോൾ when the pressure of the system in equilibrium is raised, then according to the Le-chatlier principle, the equilibrium tends to annul that effect by shifting in that direction in which there is a decrease in number of molecules. Here the forward reaction, the rate of forward reaction involved, like here the forward reaction involved decrease the number of molecules, hence follows that increase the pressure favors the formation of ammonia. അപ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാനുള്ള മാർഗം നമ്പർ ഓഫ് മോളിക്യൂൾ കുറച്ചാണ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫോർവേഡ് ഡയറക്ഷൻ്റെ റേറ്റ് കൂടും, മോർ ആൻഡ് മോർ അമോണിയ ഫോം ചെയ്യും. ഇനി എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. തേർഡ് വൺ, concentration. But when N2 or H2 is added to the system in equilibrium, then according to Le-chatlier principle, the equilibrium tends to annul that effect by shifting in that direction in which added substance is used.
or more NH3 is produced. അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൂടുതൽ N2H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള N2H2ന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും. കോൺസെൻട്രേഷൻ കുറയ്ക്കാനുള്ള മാർഗം എന്താണ്? മോർ ആൻഡ് മോർ NH3 പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും the same effect can be brought about by removal of ammonia from the equilibrium mixture. അപ്പോൾ ഈ equilibrium mixture അമോണിയ റിമൂവ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉണ്ടാവുന്ന അമോണിയ കംപ്ലീറ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്താലും നമുക്ക് ഈ അമോണിയയുടെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഫോർവേഡ് റിഡക്ഷൻ്റെ റേറ്റ് കൂടും. ഓക്കെ, അപ്പോൾ Le-chatlier പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് പറയാൻ പറ്റും കൂടുതൽ അമോണിയ നമുക്ക് സിന്തസൈസ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചിട്ട് പ്രഷർ കൂട്ടുക, ദെൻ ഉണ്ടാവുന്ന അമോണിയനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, so thus according to Le-chatlier principle, a condition of low temperature and high pressure and constant removal of ammonia would favor the production of ammonia in good yield. In actual practice in Haber process, high pressure 100 to 1000 atm, high pressure 100 to 1000 atm. ഇനി ആക്ച്വൽ പ്രോസസ്സാണ് പറയുന്നത്. ശരിക്കും ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഹൈ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. 100 to 1000 atm വരെ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. ഈസ് ഇൻഡീഡ് യൂസ്ഡ് ആൻഡ് അമോണിയ ഈസ് റിമൂവ്ഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ബീയിങ് ഫോംഡ്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാകുന്ന അമോണിയനെ പെട്ടെന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ പ്രഷറും കോൺസെൻട്രേഷനും കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രഷറിൻ്റെ കേസിൽ നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ ഉണ്ടാകുന്ന അമോണിയനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യും. ഇനി ടെമ്പറേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ അക്കോർഡിംഗ് ടു Le-chatlier പ്രിൻസിപ്പിൾ പ്രകാരം പറഞ്ഞ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിഡക്ഷൻ റേറ്റ് കൂടും, മോർ അമോണിയ ഫോം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഒരുപാട് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റില്ല. ഒരുപാട് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിയാക്റ്റീവ് മോളിക്യൂൾസിന് ആവശ്യത്തിൽ ത്രെഷോൾഡ് എനർജി കിട്ടുന്നത്. ത്രെഷോൾഡ് എനർജി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ആ റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബട്ട് ഇഫ് ടു ലോ ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ്, the number of reactive molecules that reach the level of threshold energy will be very low and the reaction will not take place at noticeable extent. Hence, finely divided ion is used as a catalyst to speed up the attainment of equilibrium and its optimum temperature of about 500 degrees Celsius used in the process. ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുന്നില്ല, 500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയ്ക്കുന്നത്. കാരണം എന്താണ്? ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ടറിന് ത്രെഷോൾഡ് എനർജി കിട്ടുന്ന റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ഫൈനലി ഡിവൈഡഡ് അയൺ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ 500 ഡിഗ്രി സെൽഷ്യസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ഹേബർ പ്രോസസ്. ദെൻ നെക്സ്റ്റ് സിന്തസിസ് ഓഫ് SO3 ഫ്രം SO2 ആൻഡ് O2. We will discuss effect of change of temperature. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ എച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ ആണ് നോക്കാൻ പോകുന്നത്. എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. വെൻ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് റൈസ്ഡ്, ഈ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ then according to Le-chatlier principle, the equilibrium tends to annul that effect by shifting in that direction in which heat is absorbed. സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ കൂടുതൽ സ്പീഡപ്പ് ചെയ്യും. Thus, here in increased temperature favors the endothermic backward direction. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ, എൻഡോതെർമിക് ബാക്ക്വേർഡ് ഡയറക്ഷൻ്റെ റേറ്റ് കൂടും. Okay, namely the decomposition of SO3 takes place. That means SO3 decompose ചെയ്തത് വീണ്ടും SO2 പോകും. ഇനി ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ obviously according to the principle decrease in temperature would favors the exothermic forward reaction, namely formation of SO3. ഇനി ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നോക്കും. ടെമ്പറേച്ചർ കൂട്ടാനുള്ള മാർഗം എന്താണ്? എക്സോതെർമിക് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് റേറ്റ് കൂടും, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മോർ ആൻഡ് മോർ SO3 ഫോം ചെയ്യും. Then next factor, pressure. Effect of change of pressure. When the pressure of the system in equilibrium is raised, then according to Le-chatlier principle, the equilibrium tends to annul that effect by shifting in that direction in which there is a decrease in the number of molecules. അപ്പോൾ പ്രഷർ സിസ്റ്റത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നോക്കും. പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോളിക്യൂൾ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ റേറ്റ് കൂട്ടും. ഹിയർ ദ ഫോർവേഡ് റിയാക്ഷൻ ഇൻവോൾവ് എ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾ 2 ആണ്, ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 3 ആണ്. അപ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാനുള്ള മാർഗം എന്താണ്? നമ്പർ ഓഫ്
molecule decrease ചെയ്യുന്ന ഡയറക്ഷൻ്റെ റേറ്റ് കൂട്ടുക. അപ്പോൾ ഈ ഒരു particular സിസ്റ്റത്തിൽ പ്രഷർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ more and more SO3 ഫോം ചെയ്യും, അല്ലെങ്കിൽ more and more SO2 O2 കമ്പൈൻ ചെയ്തിട്ട് SO3ൻ്റെ ഫോർമേഷൻ കൂടും. Here follows that increase the pressure favors the formation of SO3. ഇപ്പോൾ SO3യുടെ ഫോർമേഷൻ കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, then next, effect of change of concentration. Effect of change of concentration. When SO2 or O2 is added to the system in equilibrium, then according to Le-chatlier principle, the equilibrium tends to annul that effect by shifting in the direction in which the added substance is used up, or more SO3 is produced. The same effect can be induced by the removal of SO3 from the equilibrium mixture. ഇപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചേഞ്ച് വരുത്തി ഫോർ SO3 സിന്തസിസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ more and more SO3 ഫോം ചെയ്യും. അല്ലെങ്കിലോ ഈ ഉണ്ടാവുന്ന SO3 പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും SO3ന്റെ കോൺസെൻട്രേഷൻ കുറയും, അപ്പോൾ കൂടുതൽ SO3ന്റെ ഫോർമേഷൻ കൂടും. ഇനി അക്കോർഡിംഗ് ടു Le-chatlier principle, the condition of low temperature and high pressure would favor the production of SO3. But if too low temperature is used, അപ്പോൾ ഈ SO3യുടെ പ്രൊഡക്ഷൻ കൂട്ടണമെന്നുള്ള കണ്ടീഷൻ അക്കോർഡിംഗ് ടു Le-chatlier principle പ്രകാരം ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ SO3 ഉണ്ടാക്കാൻ പറ്റും അക്കോർഡിംഗ് ടു Le-chatlier principle. But the actual process, but if too low temperature is used, the number of reactor molecules that reach the level of threshold energy will be very low, and the reaction will not take place a noticeable extent. Further, a high pressure cannot be used at all contact process. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ടർ മോളിക്യൂൾസിന് എല്ലാം ത്രെഷോൾഡ് എനർജിയിലേക്ക് എത്താൻ പറ്റില്ല, അതുകൊണ്ട് ടെമ്പറേച്ചർ ഒരുപാട് കുറയ്ക്കാറില്ല. കൂടാതെ നമ്മളിവിടെ പറയുന്ന ഹൈ പ്രഷറാണ് Le-chatlier പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ പറയാം, പക്ഷേ ഹൈ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SO3 ഫോം ചെയ്യുന്ന SO3 ഹൈലി കൊറോസീവ് ആണ്. അപ്പോൾ അത് ഈ കോണ്ടാക്ട് പ്രോസസ്സ് നടക്കുന്ന ചേമ്പറിനെ കൊറോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഹൈ പ്രഷറും ഇവിടെ അപ്ലൈ ചെയ്യാറില്ല. ഫർദർ, ദ ഹൈ പ്രഷർ കനോട്ട് ബി യൂസ്ഡ് ഇൻ ആൾ കോണ്ടാക്ട് പ്രോസസ് ബിക്കോസ് SO3 would then become highly corrosive and would damage the wall of contact chamber. Thus, in actual process, a maximum pressure 1.7 atm 1.7 atm ആണ് നമ്മളോട് കൊടുക്കുന്ന pressure. A maximum pressure 1.7 atm only is used. Here, either the platinized asbestos or V2O5. Vanadium pentoxide is used as a catalyst to speed up the attainment of equilibrium, and its optimum temperature is about 450 degrees Celsius. Optimum temperature is 450 degrees Celsius is used in the process. Further, the compliance with the Le-chatlier principle, the excess of O2 is used in the process, and the removal of SO3, and when it is formed, affect the increase the yield of SO3. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ O2 കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കും, അതുപോലെ തന്നെ ഉണ്ടാവുന്ന SO3 അപ്പോൾ റിമൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോണ്ടാക്ട് പ്രോസസ്സിൽ more and more SO3 സിന്തസിസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് equilibrium. Okay, this process is known as Birkeland aid process. The formation of HNO3 synthesis. HNO3 synthesis വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പ്രോസസ് ചെയ്യാറ്. ഫസ്റ്റ് നോക്കാൻ പോകുന്ന effect of temperature. When the temperature of the system in equilibrium is raised, then according to Le-chatlier principle, the equilibrium tends to overcome that effect by shifting in that direction in which heat is absorbed. So here an increasing temperature favors the endothermic forward direction, namely the formation of NO. Temperature കൂട്ടി കഴിഞ്ഞാൽ more and more NO produce. ഇനി അതുപോലെ തന്നെ effect of change of pressure. This reaction does not involve any change in number of molecules because delta n is equal to 0. Delta n is equal to 0 എന്ന് പറയുമ്പോൾ changing number of molecules. Reactant side number of molecules 2 ആണ്, product side number of molecules 2 ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോളിക്യൂൾ കൂടെ കുറേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രഷറിന് കാര്യമായിട്ട് ഒരു റോളില്ല. ഹെൻസ് ദിസ് ഫോളോസ് ദാറ്റ് Le-chatlier principles states that change of pressure has no effect in the above equilibrium. Then third one, effect of change of concentration. When N2 or O2 is added to the system in equilibrium, then according to Le-chatlier principle, the equilibrium tends to annul that effect by shifting in that direction in which the added substance is used up. When more NO is produced,
removal of NO from equilibrium mixture also produce the same effect. Thus, according to Le-chatlier principle, high temperature would favor the formation of NO. This indeed the case in actual Brundtland ion process. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ NO സിന്തസിസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ആക്ച്വൽ ബ്രിട്ട്ലാൻഡ് പ്രോസസ്സിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറാണ് കൊടുക്കുക. പൊതുവെ ഇലക്ട്രിക് ആർക്ക് ഈസ് struck between the reactant to produce more NO. In compliance with the Le-chatlier principle, the NO formed is removed and when it's formed so that the more NO could be produced. It is oxidized to NO2 and then dissolved in water to get nitric oxide. Okay, this is the application of Le-chatlier principle in industrial equilibrium reactions in industrial process. Industrial processil equilibrium attain ചെയ്യുന്ന റിയാക്ഷനുള്ള ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലുള്ള Le-chatlier principle application ആണ് ഈ പറഞ്ഞത്.